ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകാനുണ്ട്. പിന്നെ രാവിലെ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ നീറ്റോടെ തന്നെ ഒരു ഗ്ലാസ് ചായ എല്ലാം കഴിച്ച് ചിക്കനൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുരുമുളക് പൊടി, ഫുഡ് കളർ, ഗരം മസാല, മൈദ, കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കായം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. പിന്നെ ദാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. തക്കാളി, സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 പീസാക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ ദാ അതിലേക്ക് കുറച്ച് മുളകും പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കട്ടോ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റാക്കി നിൽക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇതേപോലെ തന്നെ ഗരം മസാലപ്പൊടി എല്ലാം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് കസ്തൂരി മേത്തി ഉണ്ട്, അതിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന വരെ വെയിറ്റാക്കി നിൽക്കുക. പിന്നെ മല്ലിച്ചപ്പ്, പുതിന അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതും കൂടി കഴിച്ച് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കുഞ്ഞുമാൻ്റെ കൂടെ. അപ്പോൾ വണ്ടി വന്ന് ഞങ്ങളിതാ തൃശ്ശൂർ പോയോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കല്യാണം വരുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അവരെ വീട്ടിലേക്കുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തൃശ്ശൂർ ഏരിയയിലാണ്, കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. അടിപൊളി ടൈൽസ് എല്ലാം ഉണ്ട്, നല്ല വെറൈറ്റി എല്ലാം ഉണ്ടായിരുന്നേ. ഒരു പഴയൊരു വീടാണ് കേട്ടോ. ആ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളത് അവിടുന്ന് അതെല്ലാം ടൈൽസ് എല്ലാം എടുത്ത് പിന്നെ അവിടെ തന്നെ അത്യാവശ്യം സമയം തന്നെ പോയേക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. തൃശ്ശൂർ തന്നെ ഒരു റെസ്റ്റോറൻ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ റെസ്റ്റോറൻറ്റ്. അതേപോലെ തന്നെ ഞങ്ങളവിടെ പോയി നോക്കുമ്പോൾ കുറച്ച് സമയം വെയിറ്റാക്കി വണ്ടി വന്ന്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങളിതാ ഫുഡ് ഓർഡർ ആക്കി കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്, ദം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. ഫുഡൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഫുഡൊക്കെ വന്ന് കഴിച്ച് മാഷാഅല്ലാ അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നേ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ടേസ്റ്റുള്ള റൈസൊക്കെ ആയിരുന്നേ. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റിയും കൂടുതലാണ്. പിന്നെ അതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അധികം റേറ്റൊന്നുമില്ല, അടിപൊളിയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനി ഞങ്ങൾക്ക് വേറൊരു കുറച്ചും കൂടി പർച്ചേസിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങലാണ്. അപ്പോൾ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുൾ ഏരിയ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ ടോയ്ലറ്റിലേക്കുള്ള ആക്സസറീസ് എല്ലാം എടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ കയറി അവിടെ എത്തിയിട്ടാ. പിന്നെ ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നേ. ഒരു ടോയ്ലറ്റിലേക്കുള്ള എല്ലാ ആക്സസറീസും എടുക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിലെത്തി ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യലാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് വല്ല ഐഡിയാസൊന്നും എനിക്കില്ല. പിന്നെ കുഞ്ഞുമ്മയുടെ മോളുണ്ട് USA, അവൾക്ക് ഞാൻ വീഡിയോ കോളിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് എടുത്തത് കേട്ടോ. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല ഭംഗിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞങ്ങൾ എടുക്കലാണ്.
പിന്നെ മറ്റുള്ള സാധനങ്ങൾ എടുക്കാൻ പോണ പോലെ വലിയ എളുപ്പമൊന്നുമല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ. കാരണം നമുക്ക് വലിയ ഐഡിയാസൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ സമയം ഇവിടെ തന്നെ പോയേക്കണ്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നോക്കി ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് എടുക്കലാണ് കേട്ടോ. അങ്ങനത്തെ ഓരോന്നൊക്കെ ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരണേ. നല്ല വെറൈറ്റി ഷവറുകളെല്ലാം ഉണ്ടായിരുന്നു. കാണാനും നല്ല രസമുണ്ടായിരുന്നു. അവരിങ്ങനെ നമുക്കിങ്ങനെ ഇട്ട് കാണിച്ചു തരും വെള്ളം വരുന്നതൊക്കെ. നല്ല സ്മൂത്തിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞാൻ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമല്ല, ചില സിറ്റുവേഷൻ കാരണം വീട്ടിൽ, അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോസെല്ലാം ഇട്ടോളാം. പിന്നെ ഇതാ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും എടുക്കലെല്ലാം കഴിഞ്ഞ് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ കൂടെ. മൂത്താൾ വന്നിട്ടില്ല, അവന് സാധാരണ എവിടേക്കും വരാറില്ല, അവൻ വീട്ടിലുണ്ട്. പിന്നെ ഇതാ ബില്ല് കിട്ടാൻ കുറച്ച് ടൈം എടുത്ത്. ഇഷ്യൂനാണെങ്കിൽ ബോറടിച്ചിട്ട് ഇന്നത്തെ ഒരു ഡേ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഇരിക്കലാണ്. അങ്ങനെ ഇതാ കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റാക്കി നിന്ന് ബില്ലെല്ലാം കിട്ടി. പിന്നെ ഭയങ്കര ചൂടല്ലേ, നമുക്ക് ചായ ഒന്നും കഴിക്കാൻ തോന്നില്ല. നല്ല തലവേദന ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു ബ്ലാക്ക് ടീ എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതെല്ലാം വീട്ടിലേക്കും കൊണ്ടുവരണമല്ലോ. അപ്പോൾ ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിലെത്തിച്ചിട്ട് അവർ അങ്ങനത്തെ ആ വീട്ടിലെത്തി വെക്കുമ്പോഴേക്കും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് മൂത്താൾ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ, അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വെച്ച്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്ത് കട്ടപ്പാലുണ്ടായിരുന്നേ, കട്ടപ്പാലും കൂടിയിട്ട് ഇതും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്ത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അതേപോലെ തന്നെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു രസത്തിന് ഇട്ടെന്നുള്ളൂ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കലാണ്. അങ്ങനെ ഇത് ജ്യൂസെല്ലാം റെഡി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കലാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും കൊടുത്ത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ രാവിലെ പോയ കാരണം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പത്തിരി ഉണ്ടായിരുന്നു, അതാണ് മോന് ഉച്ചക്കെല്ലാം കഴിച്ചത്. പിന്നെ രാത്രിയിലേക്ക് ഞാനൊന്നും കഴിച്ചില്ല, കാരണം ഉച്ചക്ക് തന്നെ ഹെവി ഫുഡായിരുന്നല്ലോ, ജ്യൂസ് തന്നെ കഴിച്ചത്. പിന്നെ അവർക്ക് ഞാൻ ഷവർമ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ മക്കൾ 2 പേരും അത് കഴിച്ച്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.